ഈ കോടതി വിധി വന്നതിൻ്റെ ഇടക്കാല ഉത്തരവൊക്കെ വന്നതിൻ്റെ പുറമെ മെയ് 5 മാറ്റി, അതൊക്കെ കഴിഞ്ഞതിൻ്റെ പുറകെ ഉണ്ടായ നറേഷൻസിൽ ചില നറേഷൻസ് പറയുന്നത് ഇതാ നിയമം സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യം കോടതി ഇതാ നിരസിച്ചിരിക്കുന്നു, അത് കേന്ദ്ര സർക്കാരിന് ഒരു ആശ്വാസമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ അതിന് തൊട്ട് പുറകെ തന്നെ കേട്ടു. അപ്പോൾ അതിലൊന്നും ഒരു ലോജിക്കും ഇല്ലാതാണ് അർത്ഥം. അല്ലല്ല, അത് കോടതി പറഞ്ഞത് ഡോണ്ട് സ്പോയിൽ യുവർ ടൈം ബിക്കോസ് വി ആർ ഹാൻഡിക്യാപ്ഡ് ടു സ്റ്റേ എ ലെജിസ്ലേഷൻ വിച്ച് എവർ ബി ഇറ്റ് എന്നതിനർത്ഥം. ഏത് ലെജിസ്ലേഷൻ എന്നുള്ളതല്ല, ഞങ്ങൾക്ക് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഒരു ഇൻട്രി മോഡൽ ഡിക്ലെയർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. വി ആർ ഹാവിംഗ് അവർ ഓൺ ലിമിറ്റേഷൻസ്. ഡോണ്ട് സ്പോയിൽ യുവർ ടൈം, യു ആർഗ്യൂ ദ മാറ്റർ, വി വിൽ കൺസിഡർ ഇറ്റ്, വാട്ട് എവർ തിങ്സ് വി ക്യാൻ ഡു വി വിൽ ഡു ഇറ്റ് എന്നാണ് അതിനർത്ഥം. അപ്പൊ ആ ഇൻഡിക്കേഷൻ ഒരു വക്കീലിനെ സംബന്ധിച്ച്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ കേസ് നടത്തുന്ന ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പൊ തന്നെ ഞാൻ എന്റെ കൂടെ ഇന്നലെ ഞങ്ങളുടെ വഖഫ് റാലി ഉണ്ടായിരുന്നുകൊണ്ട് നേതാക്കള് ഞെട്ടിയപ്പോ ഞാൻ പറഞ്ഞു, ഇത് ഞെട്ടരുത്, ഇതാണ് അതിന്റെ ശരി, ഈ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യത്തിന് മറുപടി വന്നതിന് ശേഷം തുഷാർ മേത്തയോട് സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളുണ്ട്, ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിട്ട് സ്റ്റേ ചെയ്യുമെന്നല്ല പറഞ്ഞു, യു ആർ ബൗണ്ട് ടു ആൻസർ ടു ഇറ്റ് എന്നാ പറഞ്ഞു. നിങ്ങൾ അതിന് മറുപടി തരാൻ നിങ്ങൾ വിധേയരാണ്. ഇതിന്റെ ഒരു വ്യത്യാസം, ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്നറിയോ? പാർലമെന്റിൽ നമ്മളൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഒരു മജോറിറ്റി ഉള്ള ഒരു ഗവൺമെന്റിന്റെ ട്രഷറി ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ധാർഷ്ട്യം പറയാം, ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾ പാസ്സാക്കും എന്നൊക്കെ പറയാം, അന്ന് രാത്രി തന്നെ ഒപ്പിട്ട് കൊടുക്കാം, 5 കൊല്ലം ഒപ്പിടാതെ വെച്ചോണ്ടിരിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു ജുഡീഷ്യൽ ഇവാലുവേഷൻ പ്രോപ്പർലി നടത്തുമ്പോൾ ദേ ആർ ബൗണ്ട് ടു ആൻസർ ടു ഇറ്റ്. ഇതാണ് ജുഡീഷ്യൽ ജുഡീഷ്യൽ ഇവാലുവേഷന്റെ ഒരു പ്രത്യേകത. ഏതാണ്? നമ്മൾ ഭൂരിപക്ഷം 543 പേര് ഒന്നിച്ച് നിന്നിട്ട് ഒരു നിയമം പാസ്സാക്കി എന്നിരിക്കട്ടെ, 543 പേർക്കും തോന്നിയതല്ലേ, എന്നാൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വെച്ചേക്കാമെന്ന് ജുഡീഷ്യറി പറയാൻ പറ്റില്ല. ആരുടെയെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരം ഇവാലുവേഷനിൽ 2 കാര്യങ്ങൾ കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്രൊവിഷൻസിന് ഇനാപ്ലിക്കബിൾ ആക്കി, ഇനോപ്പറേറ്റീവ് ആക്കി, റിഡൻഡന്റ് ഫോർ ദ ടൈം ബീയിങ് എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ എനിക്ക് നിയമവിദഗ്ധർ, നിയമവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്.